ഫ്രഞ്ച് ഫുട്ബോളിന്റെ വർത്തമാനകാലത്തെ ഏറ്റവും മികച്ച മുന്നേറ്റനിര താരങ്ങളിൽ ഒരാളാണ് ഉസ്മാൻ ഡെംബലെ. വേഗത, ഡ്രിബ്ലിംഗ് മികവ്, ഇരുകാലുകളും ഒരേപോലെ ഉപയോഗിക്കാനുള്ള കഴിവ് എന്നിവയാണ് അദ്ദേഹത്തെ ലോകോത്തര താരമാക്കി മാറ്റുന്നത്. ജനനം 1997 മെയ് 15, ഫ്രാൻസിലെ വെർണോൺ. നിലവിലെ ക്ലബ്ബ് പാരീസ് സെന്റ് ജെർമെയിൻ, PSG. സ്ഥാനം വിങ്ങർ ഫോർവേഡ്. തന്റെ കരിയർ ആരംഭിച്ചത് ഫ്രഞ്ച് ക്ലബ്ബ് സ്റ്റേഡ് റെന്നസിലൂടെയാണ്. പിന്നീട് ജർമ്മൻ ക്ലബ്ബ് ബൊറുസിയ ഡോർട്ട്മുണ്ടിലെത്തി തന്റെ പ്രതിഭ തെളിയിച്ചു. 2017 സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയിൽ ചേർന്നു. അവിടെ പലപ്പോഴും പരിക്കുകൾ വില്ലനായെങ്കിലും കളത്തിലിറങ്ങിയപ്പോഴൊക്കെ തന്റെ മികവ് പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2023 അദ്ദേഹം PSG-യിൽ ചേർന്നു. 2024 മുതൽ 25 വരെ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡെംബലെ ക്ലബിനൊപ്പം ലീഗ് 1 കിരീടവും ചാമ്പ്യൻസ് ലീഗ് കിരീടവും ഉൾപ്പെടെയുള്ള കോണ്ടിനെന്റൽ ട്രെബിൾ നേട്ടത്തിൽ പങ്കാളിയായി. ഈ മികച്ച പ്രകടനത്തിന് 2025-ലെ ബാലൺ ഡി ഓർ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2026 ഫിബ ലോകകപ്പിൽ നോർവേക്കെതിരായ മത്സരത്തിൽ ഉസ്മാൻ ഡെംബലെ അവിസ്മരണീയമായ പ്രകടനമാണ് നടത്തിയത്. 2026 ഫിബ ലോകകപ്പിൽ നോർവേക്കെതിരായ മത്സരത്തിൽ വെറും 32 മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഹാട്രിക്ക് നേടി. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഹാട്രിക്കുകളിൽ ഒന്നാണിത്. 1954 ശേഷമുള്ള ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ ഹാട്രിക് എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി. ജസ്റ്റ് ഫോണ്ടെയിൻ, കിലിയൻ എംബാപ്പെ എന്നിവർക്ക് ശേഷം ഫ്രാൻസിനായി ലോകകപ്പിൽ ഹാട്രിക്ക് നേടുന്ന മൂന്നാമത്തെ താരമായി ഡെംബലെ മാറി. കളിശൈലി ഡെംബലെയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഇവയാണ്. ഫുട്ബോൾ പിച്ചിൽ ഇടതും വലതും കാലുകൾ കൊണ്ട് ഒരേ മികവോടെ ഗോളടിക്കാനും പാസ് നൽകാനും അദ്ദേഹത്തിന് സാധിക്കും. എതിർ പ്രതിരോധനിരയെ അനായാസം മറികടക്കാൻ അദ്ദേഹത്തിന്റെ വേഗതയും ഡ്രിബ്ലിംഗും സഹായിക്കുന്നു. ഏത് നിമിഷവും കളി ഗതി മാറ്റാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപ്രവചനീയരായ മുന്നേറ്റനിര താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. 2018-ലെ ഫിഫ ലോകകപ്പ് വിജയിച്ച ഫ്രഞ്ച് ടീമിലും ഡെംബലെ അംഗമായിരുന്നു. പരിക്കുകളും മറ്റു പ്രതിസന്ധികളും പലപ്പോഴും അദ്ദേഹത്തിന്റെ കരിയറിനെ ബാധിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ലോക ഫുട്ബോളിലെ ഉന്നതിയിൽ നിൽക്കുകയാണ് ഈ താരം.